വളരെ സന്തോഷമുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ രാത്രിയാണ് രാജേഷ് വിളിക്കുന്നത്. ഇങ്ങനെ ചെറിയ ഫംഗ്ഷനിൽ മേജർ ഫിലിംസിൻ്റെ ആ സിനിമ ഇവിടെ റിലീസ് ചെയ്തൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ വന്നുകൊണ്ടാണ് സുധീഷൊക്കെ വരുന്നത്. എല്ലാവരും വരുന്നത് എന്നോട് പറഞ്ഞു. എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം ഒരു ഈ മാജിക് ഫിലിംസിനോട് വല്ലാത്തൊരു കടപ്പാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ സിനിമ ഏറ്റവും കൂടുതൽ കണ്ട 2 തിയേറ്ററാണ് രാധാ തിയേറ്ററിൽ, അപ്സര തിയേറ്റർ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു പുറത്തുള്ള കൗണ്ടർ. അത് ബെഞ്ചിന് 75 പൈസ അങ്ങനെയുള്ള ഓർമ്മയില്ല. അത് ടിക്കറ്റിലായിരുന്നു. അവിടെ നമ്മൾ പിന്നി തള്ളി എങ്ങനെയൊക്കെയോ ടിക്കറ്റ് കയ്യിലാക്കി ടിക്കറ്റ് കിട്ടാതെ നിരാശരായി മടങ്ങിപ്പോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയിലെത്തുന്നു. സിനിമയിലെത്തിയപ്പോഴത്തെ എൻ്റെ സിനിമകളുടെ വേഷമാണെങ്കിലും ബസ് കളക്ഷനാണെങ്കിലും ഒക്കെ കൊടുക്കുന്നു. ഈ തിയേറ്ററായിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു എൻ്റെ ഒരു കുടുംബത്തിൻ്റെ തിയേറ്റർ ജോസേട്ടായിരുന്നു. പുതിയൊരു ജീവൻ നൽകിയൊരു ചൈതന്യം നൽകിയത് വളരെ ലൈവാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനെ അഭിനന്ദിക്കുന്നു. കൂടെ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഫ്രണ്ട്സ് എല്ലാ തിയേറ്ററിലും, കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സും നോക്കി നടത്തുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കുന്ന കപ്പിത്തൻ എന്ന് പറഞ്ഞ രാജേഷാണ്. രാജേഷിന്റെ കഴിഞ്ഞ എല്ലാവരും പല രീതിയിൽ നമ്മൾ രാജേഷിനെ കഴിയുന്ന പറ്റി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ട് നടക്കാണ്ട് ആൾക്ക് ഇത്രയും വലിയ ഒരു തിയേറ്റർ സമുച്ചയം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ഒരു കടമയാണ്, കർത്തവ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ തിയേറ്ററിന്റെ ഇൻചാർജായിട്ട് നിൽക്കുന്ന എൻ്റെ രാജേഷിന്റെ വൈഫാണ്. അവർ ഇതൊരു ഫാമിലി തിയേറ്ററാണ്. ആ ഫാമിലിയുടെ ഒരു സുഖം തന്നെ നമുക്ക് ഇവിടെ അനുഭവിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്നുള്ള സിനിമ നമ്മൾ 3D ഇവിടെ വെച്ച് കാണുന്നുണ്ടായി. ആ സിനിമയുടെ തിയേറ്ററിൽ റിലേറ്റ് ചെയ്യുന്ന കാണുന്നത് ഗംഭീരമായ എഫക്റ്റും വിഷ്വൽ എഫക്റ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്സരയുടെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അഭിമുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും തീർക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ സിനിമയും ഇപ്പോൾ ഓണത്തിൽ റിലീസ് ചെയ്യുക എല്ലാ സിനിമകളും ഹൗസ്ഫുള്ളായി ഉള്ളത്. അതായത് സിനിമയുടെ ഒരു നല്ല കാലം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് നല്ല നല്ല തിയേറ്ററുകളും കേരളത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാജിക് ഫ്രെയിംസ് അപ്സരയുടെ ഈ ഒരു ഓണക്കാലത്തുള്ള ഈ ഒരു ഫംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ അപ്സര ഈ ഫംഗ്ഷനിലേക്ക് എന്നെ ക്ഷണിച്ചത് പ്രിയപ്പെട്ട രാജേഷിനും അതിൻ്റെ സംഘാടകരൊക്കെ തന്നെ ഞാൻ സന്തോഷവും നന്ദിയെല്ലാം അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വിനുവേട്ടൻ പറഞ്ഞതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം നമുക്ക് കോഴിക്കോട്ടുകാർക്കൊക്കെ തന്നെ അപ്സരയെ കുറിച്ച് അഭിമാനപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ഓർമ്മിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തന്നെയായിരുന്നു ഞാനും ആലോചിച്ചത്. പണ്ടൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ നിന്ന സ്ഥലത്തായിരുന്നു അവിടെ ഫസ്റ്റ് ക്ലാസിന്റെ ക്യൂവിന്റെ ഒരു സ്ഥലം എന്നാ പറയുന്നത്. അപ്പൊ അവിടെ ക്യൂ നിന്ന ഓർമ്മകളും നമ്മൾ നേരത്തെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ചുറ്റുപാടാണെങ്കിൽ ബാക്കിലുള്ള ആൾക്കാർ ഇടിച്ച് മുകളിൽ കൂടെ ടിക്കറ്റ് എടുത്തിട്ട് ഹൗസ്ഫുൾ ആയി പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രസകരമായ ഒരുപാട് ഓർമ്മകളും മുഹൂർത്തങ്ങളും ഒക്കെ സമ്മാനിച്ച അപ്സര എത്രയോ പടങ്ങൾ 1921 പറഞ്ഞ സിനിമയൊക്കെ ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് അപ്സര റോഡ് സൈഡിൽ എത്രയോ നേരം നിന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് കാണാൻ പറ്റി. അത് കിട്ടുന്നൊരു സന്തോഷം. അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞ പോലെ അപ്സര അടയ്ക്കുന്നു അല്ലെങ്കിൽ അപ്സര ബോസ് ചെയ്യുന്ന നോക്കുമ്പോൾ ഭയങ്കര വിഷമായി പോയി. ശരിക്കും പറഞ്ഞു വീട്ടിൽ തുറക്കെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അനുഭവപ്പെട്ടു. മുമ്പ് നമുക്ക് ഈ ജോസേട്ടൻ തന്നെയായിരുന്നു അപ്സരയിലുള്ള ജോസേട്ടൻ തന്നെയായിരുന്നു. നമുക്ക് എപ്പോഴും പുതിയ സിനിമകൾക്ക് ടിക്കറ്റിന് എടുത്ത് തരികയും ഇവിടെ വരാനൊക്കെ പറയുകയൊക്കെ ചെയ്യാം. ഇപ്പൊ രാജേഷനായി അത് മാജിക് ഫ്രെയിംസ് അപ്സര മാജിക് ഫ്രെയിംസ് ആയതിനു ശേഷം ഇപ്പൊ രാജേഷ്. എന്താണെങ്കിലും രാജേഷിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക്
അഭിമാനിക്കാതിരിക്കാൻ വയ്യ. എല്ലാ മേൽനോട്ടവും രാജേഷാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസിന്റെ മൊത്തം കാര്യങ്ങൾ, തിയേറ്ററിന്റെ മൊത്തം കാര്യങ്ങൾ രാജേഷാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുണ്ട്. ആ ഹാർഡ് വർക്കിന് ഒരു വലിയ ആശംസകളും പ്രശംസകളും നമ്മൾ നൽകുകയാണ്. പിന്നെ AR ഈ ഓണക്കാലത്ത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 3D ചിത്രമായ AR, അതിൽ ചന്തുനായർ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് പേര് കാണുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു, വളരെ ഹാപ്പിയാണ്. ഇവിടെ അപ്സരയിൽ തന്നെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ടോവിനെയും സംവിധായകനൊക്കെ വന്നിരുന്നു. ഒരു രാത്രി വന്നിരുന്നു, ഷോയുടെ സമയത്ത് വന്ന് അവർ ആഘോഷിച്ചു. അപ്പോൾ അവരിപ്പോൾ തൽക്കാലം ഇവിടെ അവർ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്കെല്ലാവരും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആഘോഷം ഗംഭീരമായി, അതിന് പ്രത്യേക സന്തോഷം, നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും.